Once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റി സെം 1ലെ സബ്ജക്റ്റായ ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷിലെ കുറച്ച് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഗ്രാമർ സെക്ഷനാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ പ്രെഡിക്കേറ്റ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, അതിനൊക്കെ എക്സാമിന് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ പ്രെഡിക്കേറ്റ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് ഏതാണ്? ചിൽഡ്രൻ പ്ലേ എന്നൊരു ചെറിയ സെൻറ്റൻസ്. ചിൽഡ്രൻ പ്ലേ എന്ന സെൻറ്റൻസിലെ പ്രെഡിക്കേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രെഡിക്കേറ്റ് ആണ്, ഇത് സബ്ജക്റ്റും ഇതാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റ് പ്ലേ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? പ്ലേ ഈസ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദിസ് സെൻറ്റൻസ്. രണ്ടാമത്തെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ദ റെയിൻ ഹാഡ് സ്റ്റോപ്പ് ബിഫോർ ദ മീറ്റിംഗ്. ഇവിടെ ഓപ്ഷൻസിൻ്റെ എന്തൊക്കെയാണ്? കമൻസ്ഡ്, ഹാഡ് കമൻസ്ഡ്, കമൻസസ്, വിൽ കമൻസ്. ഇവിടെ എന്താണ് ആൻസർ കറക്റ്റ് വരുന്നത്? ദ റെയിൻ ഹാഡ് സ്റ്റോപ്പ് ബിഫോർ ദ മീറ്റിംഗ്, കമൻസ്ഡ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ ഇതാ കമൻസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഹി ഡാഷ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ഹി ഈസ് ഗുഡ് ആറ്റ് റൈറ്റിംഗ്. ഇവിടെ എന്തെങ്കിലും വരേണ്ടത്? ഡിഡിൻ്റ് ആണോ, ഡസിൻ്റ് ആണോ, ഡോണ്ട് ആണോ, ഹാവിൻ്റ് ആണോ? ഇവിടെ കറക്റ്റ് വരേണ്ട ടേം ഏതാണ്? ഡസിൻ്റ് ആണ്. അപ്പോൾ ഏതാ? ഇഫ് ഹി ഡസിൻ്റ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ഹി ഈസ് ഗുഡ് ആറ്റ് റൈറ്റിംഗ്. നെക്സ്റ്റ് ആണ് ഫൈൻഡ് ദ സ്യൂട്ടബിൾ സിംഗിൾ വേർഡ്. ഇവിടെ നമുക്ക് ആ ഒരു ടേമിൻ്റെ മീനിങ് തന്നിട്ടുണ്ടാവും. ആ ഒരു മീനിങ് അനുസരിച്ച് നമ്മൾ ആ ഒരു സിംഗിൾ വേർഡ് എന്താണ് കണ്ടുപിടിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കാര്യം തന്നെയാണിത്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കിംഗ് വിത്ത് സ്മോൾ സ്റ്റെപ്സ് ആൻഡ് സംവാട്ട് ഡ്രാഗിങ് വൺസ് ഫീറ്റ് ഇസ് കോൾഡ് ഷഫിൾ. അപ്പോൾ ഈ ടേം പഠിച്ച് വയ്ക്കുക, നമുക്കിങ്ങനെ തരും. ഈ സെൻറ്റൻസ് എന്നിട്ട് നമ്മളുടെ തന്നെ സിംഗിൾ വേർഡ് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വാക്കിംഗ് വിത്ത് സ്മോൾ സ്റ്റെപ്സ് ആൻഡ് സംവാട്ട് ഡ്രാഗിങ് വൺസ് ഫീറ്റ് ഇസ് കോൾഡ് ഷഫിൾ. രണ്ടാമത്തേതാണ് മൂവ്മെൻറ്റ് ഫാസ്റ്റർ ദാൻ എ വോക്ക് ആൻഡ് സ്ലോവർ ദാൻ എ കാൻറ്റർ ഇസ് കോൾഡ് ട്രോട്ട്. വേർഡ് നോക്കാം, ട്രോട്ട്. നെക്സ്റ്റ് ആണ് സിറ്റ് വിത്ത് വൺസ് ബാക്ക് സ്ട്രേറ്റ് ഇസ് കോൾഡ് സിറ്റ് അപ്പ്. ദെൻ ടു സിറ്റ് ആൻഡ് ലീൻ എഗെയിൻസ്റ്റ് സംതിങ് ഇസ് കോൾഡ് സിറ്റ് ബാക്ക്. അപ്പോൾ ഈ വേർഡൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് എക്സസൈസ് ആണ് മെൻഷൻ സ്പെസിഫിക് വേർഡ്. ഫസ്റ്റ് വൺ, ദ ക്രൈസ് ഓഫ് ജാക്കിൾസ് ഡാഷ്. എങ്ങനെയായിരിക്കും? ഹൗളായിരിക്കും, ഹൗ. ദ ക്രൈസ് ഓഫ് ഷീപ്പ് ബ്ലീറ്റ്. ദ ക്രൈസ് ഓഫ് ഫ്രോഗ് ക്രോക്ക്. വേർഡ് ഫോർ ഷോർട്ട് ഷാർപ്പ് സൗണ്ട് ഈസ് റാറ്റ്ലിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ടേംസ് ഒക്കെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യുക. ദ മസിൽ ഓഫ് ദ ബാക്ക് ഓഫ് ദ ലെഗ് ഈസ് കാഫ് മസിൽ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ എക്സസൈസ് ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും കമ്മിങ് വീഡിയോസിൽ. നെക്സ്റ്റ് സെക്ഷൻ നോക്കാം നമുക്ക്. അടുത്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ടെൻസ്. കറക്റ്റ് ടെൻസ് വെച്ച് ഫിൽ ചെയ്യാൻ പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. നോക്കാം. ഓയിൽ ഡാഷ് ഓൺ വാട്ടർ. ഇവിടെ ഏതാ ഫ്ലോട്ടിൻ്റെ കറക്റ്റ് ടെൻസ് വരേണ്ടതാണ്? കറക്റ്റ് ഫോം ഫ്ലോട്ട്സ് ആണ് വരേണ്ടത്. അപ്പോൾ ഓയിൽ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഹീ ഡാഷ് ഇൻ ദ ക്ലാസ്. എന്താണ്? ഹീ സ്ലീപ്സ് ഇൻ ദ ക്ലാസ്. നെക്സ്റ്റ് വൺ, ഹീ വർക്ക്സ് ഇൻ ജർമ്മനി. ഇവിടെ എന്താ പറയുന്നത്? വർക്ക്സ് ആണ്. ഹീ വർക്ക്സ് ഇൻ ജർമ്മനി. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്ന കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ തരുന്ന ആൻസേഴ്സ് ശരിയാണോ തെറ്റാണോ എന്താ മിസ്റ്റേക്ക് വെച്ചാൽ അതിന് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് സ്വയം ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ഇൻ ടു പാസീവ് വോയിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ട് എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേ ആർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യാൻ ആൻസർ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. ദേ ആർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടുനൈറ്റ് വി വിൽ സ്ക്രീൻ ദ ഫിലിം ദ 10 കമൻമെൻറ്റ്സ്. ട്രൈ ചെയ്യാം. ഞാൻ കറക്റ്റ് ആൻസർ കാണിക്കുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ. നെക്സ്റ്റ് വൺ, ഹി ഗേവ് മീ എ ബുക്ക്. നെക്സ്റ്റ് ആണ് ദ പ്രൈം മിനിസ്റ്റർ അഡ്രസ്ഡ് പാർലമെൻറ്റ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് കൺവേർട്ട് ഇൻ ടു പാസീവ് വോയിസ് ഉള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ കിട്ടാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹി ലീവ്സ് വിത്ത് ഹിസ് പാരൻസ്. അവിടെ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ചെയ്താൽ നോക്കാം. 4 ഓപ്ഷൻ ഉണ്ട്. ഡസിൻറ്റ് ഹി, ഡസ് ഹി, ഇസിൻറ്റ് ഹി,
ഈസ് ഹി. ഇനി 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും കൃത്യമുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹി ഈസ് എ ഡാർക്ക് ഹോഴ്സ്. ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെയാണ്. ഇസിൻ ഹി, ഈസ് ഹി, ഡസ് ഹി, ഡസിൻ ഹി. ഇതിലേതായിരിക്കും വരിക? കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹി ഡിഡ് നോട്ട് കം. ഡിഡ് ഹി, ഡിഡിൻ ഹി, ഡു ഹി, ഡോണ്ട് ഹി. ഏതാന്ന് നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ്. ഇവിടെ ആർട്ടിക്കിളിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് ഫിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നോക്കാം. ഡാഷ് ഡോഗ് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഓപ്ഷൻ എ ബി ദ, ഓപ്ഷൻ സി ആൻഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. നെക്സ്റ്റ്, ദിസ് ഈസ് ഡാഷ് പ്ലേസ് ഫോർ ദ വെൽത്തി ക്ലാസ്സസ്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, ആൻഡ് നൺ ഓഫ് ദീസ്? കമൻറ്റ് ബോക്സിൽ വരിക. സി, ഡാഷ് റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. എ, ദ, ആൻഡ് നൺ ഓഫ് ദീസ്. ഡി, our boss is dash Hitler in the office. A, the, and none of this. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരാവുന്നതാണ്, ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിലേതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് തരണം. ഏതെങ്കിലും ടോപ്പിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺവേർട്ട് ഇൻ ടു പാസീവ് വോയിസ്, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ചെയ്യാറില്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ കറക്റ്റ് ഫോം ഓഫ് ടെൻസ് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ക്ലാസ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാതാണ്. അപ്പോൾ അതിൻ്റെ കുറേ എക്സസൈസുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മാക്സിമം നമ്മുടെ എക്സാമിന് വരിക. ഇതുപോലെ ഗ്രാമർ സെക്ഷൻസ് ഉണ്ടാവും, പാസീവ് വോയിസ് ആക്കാനും, അത് ഇനിയും കുറേ സെക്ഷൻസ് നമ്മൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോയിൽ നമ്മളതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന എക്സസൈസിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ മറക്കരുത്, ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.